ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈരും 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ മാവ് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഈ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയൊരു സവാള കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ സവാളയുടെ ഷെയ്ഡൊന്നും മാറി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാകമായ മതിയെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചേർത്തിയിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് എല്ലാ കടയിലും അതുപോലെ ഓൺലൈനായിട്ടുമൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുവേ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് സാധാ ഗ്രീൻ പീസ് ചേർത്തിയാലും മതി. അതാകുമ്പോൾ ഒന്ന് വേവിച്ചിട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ കഴിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ ചിക്കനോ ഒക്കെ ചേർത്തിട്ടും നമുക്കത് ഇതുപോലെ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുമേ. അങ്ങനെ ചെയ്താലും കഴിക്കാനായിട്ട് നല്ല രുചി തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഗ്രീൻ പീസ് മസാലയുടെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ, വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കണേ. ഇതുപോലെ കുഞ്ഞി തരിയായിട്ടാണ് നമുക്കിത് കിട്ടുക. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവും നമ്മൾ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. കണ്ടില്ലേ, ഇതൊന്നും കൂടെ കുറുകി വന്നിട്ടില്ലേ. നമുക്കിത് ഇത്രയും കുറുകിയ പരുവത്തിലുള്ള മാവായിട്ടല്ല കേട്ടോ വേണ്ടേ, കുറച്ചും കൂടെ ലൂസായിട്ട് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകത്തിലാണ് നമുക്കിത് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമ്മുടെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈനോ ഫ്രൂട്ട് സോൾട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുക അസിഡിറ്റി പ്രോബ്ലംസൊക്കെ വരുമ്പോഴല്ലേ, അതുപോലെ തന്നെ നമുക്കിത് കുക്കിങ്ങിനും ഉപയോഗിക്കാവേ. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാവ് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കണില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിതിലേക്ക് ഈനോ ചേർത്തിയത്. ഈനോ തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിയാലും മതി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗ്രീൻ പീസ് മസാലയില്ലേ, അതിൽ നിന്നും ഇങ്ങനെയൊന്ന് ഉരുളയാക്കി എടുത്ത ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കാം. ഇതിന് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഈ പാനൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ മാവിൽ നിന്നും കുറച്ച് മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് മസാലയുടെ ഈ ഒരു പീസ് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് മസാലയുടെ എല്ലാ ഭാഗത്തേക്കും മാവ് ആകണ പോലെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോവല്ലേ. ഇത് നല്ല രുചിയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ടും കുറച്ച് എണ്ണ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. മറ്റേ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ റവ കൊണ്ടുള്ള ഈ ഒരു പലഹാരം. ഈ ഒരളവിൽ നമ്മൾ റവയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കിത് ഈ ഒരു വലുപ്പത്തിലുള്ള 4 എണ്ണ കേട്ടോ കിട്ടുക. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. തയ്യാറാക്കാനായിട്ടും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്